ഞങ്ങൾ സംസാരിച്ചത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ മലയോരത്തെ മനുഷ്യന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. കോൺഗ്രസിന്റെ മന്ത്രിമാരും തന്നെ കടുവ മനുഷ്യനെ പിടിച്ചുകൊണ്ടിട്ട് ചിതയിൽ കയറ്റുന്നതിന് മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി ഫാഷൻ ഷോയുടെ മുമ്പിൽ പോയി ഹിന്ദി പാട്ട് പാടിയിട്ടില്ല. ഇവിടെ ഒരു മഹാനിരുന്ന് പറയുന്നത് കേട്ടു, 1981 മുതൽ ഇതിന് ഉത്തരവാദികളാണ്. ആ വലിയ മഹാന്റെ ഉള്ളിന്റെ ഉള്ളില് കിടക്കുന്ന കമ്മ്യൂണിസം ഉണർന്നതാണ്. ഇവിടെ കർഷക പ്രതിനിധിയായിട്ട് വന്നിരുന്ന് എന്തും പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ മുകളിൽ കുത്തിക്കയറി കളയാം എന്നൊന്നും വിചാരിക്കണ്ട. അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ ഞാൻ കേട്ടതല്ലേ. അദ്ദേഹം CPM എന്നൊരു വാക്കിനകത്ത് പറഞ്ഞില്ല, എന്നാൽ കോൺഗ്രസ് എന്ന് എടുത്തെടുത്ത് പറയുകയും ചെയ്തു. ഇദ്ദേഹത്തിന് മന്ത്രിയെ സൂചിപ്പിക്കണമെങ്കിൽ മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന് നിങ്ങളുടെ അവിടുത്തെ മന്ത്രിയെ അങ്ങോട്ട് സുഖിപ്പിച്ച് നിങ്ങളുടെ സംഘടനയ്ക്ക് വല്ലാത്ത പേരെടുക്കണമെങ്കിൽ അത് അവരുടെ ചെലവിൽ മതി കേട്ടോ. ഞങ്ങളെ കുത്തിച്ചാരി വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കമ്മ്യൂണിസം കോൺഗ്രസ് അടിക്കണം. ഞങ്ങൾ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞങ്ങളെ ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമായി ഭരണത്തിലില്ലാത്ത ഞങ്ങളെ, കഴിഞ്ഞ 10 കൊല്ലമായി ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ വിധിക്കപ്പെടാത്ത ഞങ്ങളെ കുത്തണ്ട. ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരാണെങ്കിലും ഒരു സഹോദരി പകുതി തിന്ന നിലയിൽ കടുവ ഭക്ഷിച്ചിട്ട മൃതശരീരമെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചിതയിൽ വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു വനമന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട കർഷക പ്രതിനിധിയായ വലിയ ബഹുമാനായ നേതാവേ, ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളൊരു മന്ത്രിയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ പോയി ഫാഷൻ ഷോയിൽ പോയി തുള്ളി വിറച്ച് ഹിന്ദിയിൽ പാട്ട് പാടിയതെങ്കിൽ നിങ്ങളുടെയൊക്കെ നാവ്, നിങ്ങളുടെ തൊള്ളയ്ക്കകത്തത് ഈ ശബ്ദം പുറത്തു വരുമോ? നിങ്ങൾ ചാടി കുത്തില്ലേ? എന്തേ ഈ ചർച്ചയിൽ ഒരിടത്തും തന്നെ ഉൾപ്പെടെ കൊടുത്ത പണം ചെലവഴിച്ചിട്ടില്ല. 3611 അപേക്ഷകൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാർ, കൃഷിക്കാർ, പാവപ്പെട്ടവർ കൊടുത്ത അപേക്ഷകൾ വനംവകുപ്പിൽ കെട്ടിക്കിടപ്പുണ്ട്. ഒരു നടപടിയില്ല. മറ്റു സംസ്ഥാനങ്ങൾ എടുക്കുന്ന പ്രിക്കോഷൻസുകൾ എടുക്കാൻ നടപടിയില്ല. വനം മന്ത്രി പോട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ്? വനം മന്ത്രി ഇന്ന് എവിടെ നിൽക്കേണ്ടത്? മാധു വയനാട് ക്യാമ്പയിനാണ്. അല്ല, എന്റെ ചോദ്യം മാധുവിനോടാണ്. മാധുവിന്റെ രോഷം കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. മാധു സജിയോട് ചോദിക്കുന്നു, ഇന്ന് ഈ വനം മന്ത്രി എന്ന് പറയുന്ന മഹാൻ നിൽക്കേണ്ടത് എവിടെയാ? വയനാട് നിൽക്കണം. എവിടെ നിൽക്കണം? ആ ചിതയിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെ നിൽക്കണ്ടേ? ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണ്ടേ? അതിനെക്കുറിച്ച് ഈ മഹാൻ മിണ്ടിയോ? ഈ കർഷക പ്രതിനിധി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ലല്ല, ഒരു മിനിറ്റ് ശ്രീ ബി ആർ അല്ല, കോൺഗ്രസ് ഇന്നത് ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. ഈ കാലങ്ങളായി, ഒരൊറ്റ നിമിഷം, കാലങ്ങളായി ഞങ്ങളുടെ മന്ത്രിമാർ, വനം വകുപ്പ് മന്ത്രിമാർ ഇടപെടേണ്ടിടത്ത് ഇടപെട്ടിട്ടുണ്ട്, ചെയ്യേണ്ടത് അതൊക്കെ ഇപ്പൊ CPM പറയുന്നുണ്ട്. വയനാട്ടിലുള്ള പ്രശ്നം ഈ പറയുന്ന 2016 മുതൽ പൊട്ടിമുളച്ചതുമല്ല, 2080 മുതൽ പൊട്ടിമുളച്ചതുമല്ല. ഇത് കാലങ്ങളായുള്ള പ്രശ്നമാണ് അവിടെ. അപ്പൊ കാലങ്ങളായി മാറി മാറിയുള്ള സർക്കാരുകൾ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരാളെ ഒരു കടവ് പിടിക്കും, രണ്ടാമതും കടവ് പിടിക്കും, 10 തവണ കടവ് പിടിച്ചാൽ അതിന് ഉത്തരവാദിയാരാ? ഞങ്ങൾ കോൺഗ്രസ്സുകാരാണോ? ഒരു സർക്കാരിന്റെ കാലത്ത് ഒരു കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഒരു കടുവ ഒരു മനുഷ്യനെ പിടിച്ചു, ശരി, സ്വാഭാവികമായി സംഭവിക്കാം. രണ്ടാമതും പിടിച്ചു, അത് സംഭവിക്കാം. 12ാമത്തെ തവണയും കടുവ ഇറങ്ങി മനുഷ്യനെ കടിച്ചു തിന്നു കഴിഞ്ഞിട്ട് പോയ ശേഷവും അത് രാഷ്ട്രീയമാണ്. നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കരുത് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ശരി ശരി, അല്ല ഞാൻ അത്ര പറഞ്ഞുള്ളൂ. ഒരു വളരെ സാധാരണക്കാരൊരു കർഷകന് കാലങ്ങളായി ആ ഒരു മിനിറ്റ് ശ്രീ ബി ആർ ഷഫീർ, അങ്ങനെ കാലങ്ങളായി അവിടെയുള്ള സർക്കാരുകളെ വിമർശിക്കാനുള്ള അധികാരവും ധാർമ്മിക അവകാശവും ഒക്കെ സാധാരണ വോട്ടർമാർക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ആള് ഇന്നിപ്പോ CPM ആരും കണ്ടില്ലല്ലോ, എവിടെ പോയി? എന്റെ കാരണം ഞാൻ പറഞ്ഞു. CPM എന്താ ഈ ചർച്ചയിൽ വന്നാത്ത കുഴപ്പം? മനുഷ്യനെ കടുവ തിന്നുന്നതിനേക്കാൾ വലുതാണോ ഇവിടുത്തെ ഇവിടെ രാഷ്ട്രീയം? ഇവിടെ CPMന്റെ പ്രതിനിധി അല്ലെങ്കിൽ CPMന്റെ സഹയാത്രികർ ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ട്. ഞങ്ങൾക്കെന്തോ രാഷ്ട്രീയമുണ്ടെന്ന്. ഒരു രാഷ്ട്രീയമല്ല സഹോദര. ഒന്ന്, വനം വാച്ചർമാരെ വരെ അമിതാധികാര പ്രയോഗം നടത്താൻ, അറസ്റ്റ് ചെയ്യാൻ, ഒരു പൗരന്റെ അവകാശങ്ങളെ ഹനിക്കാൻ, വഴിയെ നടന്നു പോകുന്നവരെയും അയൽവക്കത്ത് താമസിക്കുന്നവരെയും വരെ വനം കേസുകളിൽ കുടുക്കിയിടാനുള്ള അമിതാധികാര പ്രയോഗ നിയമം കേരള വനം ഭേദഗതി സഭയിൽ ഉൾപ്പെടെ വിതരണം നടത്തി, മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത് അവസാനം കർഷകരും പാർട്ടികളും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അമിതാധികാര പ്രയോഗ നയം അഥവാ കേരളത്തിൻ്റെ വനം നിയമം ഇവിടെ നടപ്പിലാവില്ലേ? അവിടെ പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നത്.
ഇല്ലെങ്കിൽ അമിതാധികാര പ്രയോഗ നിയമം പിണറായി വിജയൻ അടിച്ചേൽപ്പിച്ചനെ കേരളത്തിലെ വനാതിർത്തികളിലെ സാധുക്കളുടെയും കർഷകരുടെയും മുകളിൽ. രണ്ടാമത്തെ കാര്യം, സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ 2016 മുതൽ 3611 പരാതി അപേക്ഷകൾ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവന് അല്ലെങ്കിൽ സ്വത്തിന് അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷിക്ക് നഷ്ടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് 2016 മുതൽ 3611 അപേക്ഷകൾ ഒരു തീരുമാനവും എടുക്കാതെ നിങ്ങളുടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടപ്പുണ്ട്. ആരാ ഉത്തരവാദി? പ്രതിപക്ഷമാണോ കേന്ദ്ര സർക്കാരാണോ? നിങ്ങൾ ആ സമീപനം എടുത്തിട്ടില്ല. ഇനി നിങ്ങൾ ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് വാൽപ്പാറയിലേക്കൊന്ന് പോകണം. വാൽപ്പാറയുടെ നമ്മുടെ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലേക്ക് കയറുമ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നിങ്ങൾ കർണാടക അതിർത്തിയിലേക്ക് പോകണം. എങ്ങനെയാണ് വന്യജീവികളെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കാതെ എങ്ങനെയാണ് ശാസ്ത്രീയമായി ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുന്നത് എന്ന് നിങ്ങൾ വേറൊരിടത്ത് പോകണ്ട. നിങ്ങൾ കേന്ദ്രത്തിനെ പിടിക്കേണ്ട, പ്രതിപക്ഷത്തിനെ പിടിക്കേണ്ട. നിങ്ങൾ ആ വാൽപ്പാറയിലേക്ക് കയറി ഒന്ന് നോക്കിയാൽ തമിഴ്നാട് സർക്കാർ എങ്ങനെയാണ് വന്യജീവികളിൽ നിന്നും തദ്ദേശീയരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആധുനിക മാർഗങ്ങൾ എന്താണ് ഒന്ന് പഠിക്കണം. അതിനെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയാൽ പറ്റുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞത് വാൽപ്പാറയിലേക്ക് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞത് നിങ്ങളുടെ കഴിവുകേടാണ് സാർ. നിങ്ങളുടെ മന്ത്രി ഈ പ്രായത്തിൽ ഫാഷൻ ഷോയിൽ പോയിരുന്ന് ഹിന്ദി പാട്ട് തട്ടി വലിയ ഇത് നടക്കുമ്പോൾ അയാളുടെ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സഹോദരി പകുതി കടുവ കടിച്ച് തിന്ന ശരീരവുമായിട്ട് ചിതയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോകുന്നതിന് പകരം, ആ വിഷയത്തിൽ ഇടപെടുന്നതിന് പകരം ആ ചിതയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ആ ഫോറസ്റ്റിൻ്റെ പിന്നെ ടെറിട്ടറിക്കകത്ത് പോയി ആ സാധുക്കളെയും അവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇയാൾക്ക് നാണമുണ്ടോ? ആ പിന്നെ കോഴിക്കോടത്തെ ഫാഷൻ ഷോയിൽ പോയത് ഹിന്ദി പാട്ട് പാടാൻ ഈ പ്രായത്തിൽ ഒരു മര്യാദ വേണ്ടേ? ഇവരൊക്കെ എന്ത് മന്ത്രിയാ? എന്നിട്ട് വന്നിരുന്ന് കോൺഗ്രസിനെയും UDFന്റെ ജാഥയെയും വിമർശിക്കാൻ നിങ്ങൾക്ക് അത് അധികാരം തീർന്നില്ല. നിങ്ങൾ നോക്ക്, കോഴിക്കോട് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി AK ജയശങ്കരൻ നമ്പ്യാരും ബഹുമാനപ്പെട്ട പിന്നെ ശ്രീ ഗോപിനാഥ് സാറും ഉൾപ്പെടുന്ന ബെഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പന്നിയെ ഉൾപ്പെടെ വെടിവെക്കാനുള്ള അധികാരം കൊടുത്തതിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ പങ്കാളിത്തത്തിനെ സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും ആ കേസ് നടത്തേണ്ട വനംവകുപ്പ് മന്ത്രിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ വളരെ കൃത്യമായൊരു മറുപടി കൊടുത്തുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുന്നതിന് പകരം കൃത്യമായ വിശദീകരണം, കർഷകന്റെ ആവശ്യകത, പന്നി ഉൾപ്പെടെയുള്ളത് പെറ്റുപെരുക്കുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ അലങ്കോലപ്പെടുന്നതിനെ സംബന്ധിച്ച്, അവന്റെ കൃഷി ചെയ്യുന്നവന്റെ ദുരിതത്തെ സംബന്ധിച്ച്, അവിടെ നടക്കുന്ന പിന്നെ ഹീനമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്നൊന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവിടെ സമയം നീട്ടി ചോദിച്ചുകൊണ്ട് ഉള്ള ആനുകൂല്യം പോലും ഇനി പന്നിയെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കഴിയാത്തവണ്ണം സർക്കാർ പുറകോട്ട് പോയി. ഞങ്ങളാണോ ഉത്തരവാദികൾ? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷനിൽ അവസാനിപ്പിക്കുകയാണ്. 48.85 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. നിങ്ങൾ അവിടെ പറഞ്ഞതാണ്, ഞങ്ങൾ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഫെൻസിങ് ആണ്, ഞങ്ങൾ വാരിക്കുഴി തീർത്തിട്ടുണ്ട്. സർ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത പണം ചെലവഴിക്കാതെ കെട്ടിക്കിടന്ന് ലാപ്സായാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷമല്ല. ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അമിതാധികാര പ്രയോഗം നടത്തി കർഷകരെയും വയനാട്ടിലെയും അതുപോലെ തന്നെ മലയോര മേഖലയിലെയും ജനങ്ങളെ കൊള്ളയടിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഇന്ന് ഇപ്പോൾ ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ അതിന്റെ പ്രയാണം പിന്നെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമല്ല, അത് ജനങ്ങളുമായി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാട്ടാന ചവിട്ടിക്കൊന്ന ഈ കഴിഞ്ഞ ദിവസത്തെ വയനാട്ടിലെ ഒരു സഹോദരിയുടെ വീട്ടിൽ പോകുമ്പോൾ 8 വയസ്സുള്ള പൊന്നുമോള് എൻ്റെ പിതാവിനെ ആന ചവിട്ടിക്കൊന്നതുപോലെ ഇനി ഒരു മോളും എന്നെ പോലെ കരയാനിടയാകരുത് എന്ന് പറയുന്നിടത്തു നിന്നാണ് ആ പ്രതിഷേധം ഉയരുന്നത്. അത് ഉയർത്തുക തന്നെ സ്വാഭാവികമായും. ഈ രാഷ്ട്രീയ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിപിടിക്കുന്ന അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ ബോധ്യമുള്ള തരത്തിലുള്ള ആളുകൾ, അവർ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവർ ഒരു സംഘടനയുടെ സംവിധാനം ഉപയോഗിച്ച് ഇറങ്ങിച്ചെല്ലുന്നത് അത്രമേൽ വിമർശിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ഈ ഘട്ടത്തിലെങ്കിലും നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. വയനാട്ടിലെ മാനന്തവാടിയിൽ രാധ എന്ന് പറയുന്ന സഹോദരിയെ അദ്ദേഹങ്ങളുടെ ഭർത്താവ് പകുതി വഴിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് ജോലിക്ക് പോയതാണ്. പിന്നീട് കാണുന്നത് പകുതി കടുവ ഭക്ഷിച്ച മൃതശരീരമാണ്. ഇതൊരു പുതിയ സംഭവമല്ല. എത്ര മാത്രം ഭീകരാവസ്ഥയിലാണ് ആ സാധുക്കൾ, ആ മലയോര മേഖലയിലെ കർഷകരും പാവപ്പെട്ടവരും സാധാരണക്കാരും കഴിഞ്ഞു പോകുന്നത്. ഇവിടെ മന്ത്രിയുടെ പാട്ട് കേട്ടു,
നീറോ ചക്രവർത്തി റോം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചതുപോലെ ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ നിന്ന് പാടുകയാണ്. പാടിക്കോളൂ. ഞങ്ങളുടെ കൺസേൺ എന്താണ്? ഇവിടുത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ 2011 മുതൽ 2025 വരെയുള്ള കണക്കെടുത്തപ്പോൾ കാട്ടാന ശല്യം കാരണം, കാട്ടാനയുടെ ഇത് കാരണം മരണമടഞ്ഞവരുടെ എണ്ണം 271. കടുവ കൊന്നവർ 11, കാട്ടുപോത്ത് കൊന്നവർ 9, പന്നി കുത്തിമറിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചവർ 63. 2023 മുതൽ 2023 ജനുവരി മുതൽ ഇതുവരെയുള്ള കണക്കെടുത്തപ്പോൾ, ജനുവരി മാസം 12 തീയതി മുതൽ കണക്കെടുത്തപ്പോൾ 2 ഇൻസിഡൻ്റാണ് കടുവയുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞോന്നറിയില്ല. ഒയാസിസ് എന്ന് പറയപ്പെടുന്ന മദ്യ കമ്പനിയൊക്കെ ഇവിടെ കൊണ്ടുവരാനും ഇവിടുത്തെ കുടിവെള്ളം കൊടുക്കാനും ഒക്കെ കാണിക്കുന്ന ജാഗ്രതയും ആ കമ്പനിയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി നിയമസഭയിൽ നടത്തുന്ന പൊറാട്ട് സംസാരങ്ങളും ധിക്കാരപരമായ ശരീരഭാഷയുമെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഈ പഞ്ചാരക്കൊഞ്ചിയിലെ കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് വയനാടിലെ ലാൻഡ്സ്കേപ്പിൽ മാത്രം, അതൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണ്. വയനാട്, ആറളം, കൊട്ടിയൂർ, കണ്ണൂർ ഉൾപ്പെടുന്ന ഈ 80 കുറച്ച് സെക്ടർ, ആ സെക്ടറുകളിൽ മാത്രം ഉള്ള കടുവകളുടെ എണ്ണം 84 കടുവയാണ്. ഒരു കടുവയ്ക്ക് ഒരു കൊല്ലത്തിൽ 75 മാനെങ്കിലും വേണം ഭക്ഷിക്കാൻ. 75 മാന് ഭക്ഷിച്ചിട്ട് അതിനൊരു ടെറിട്ടറി ഉണ്ട്. ഒരു ആൺകടുവ മറ്റൊരു ആൺകടുവയെ അടുപ്പിക്കത്തില്ല, നഖം കൊണ്ട് വാന്തി വെച്ച് ടെറിട്ടറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ കാടുണ്ടായിട്ടും കടുവകളുടെ എണ്ണം പെരുകിയപ്പോൾ അതിൻ്റെ ഡെൻസിറ്റിക്കനുസരിച്ച് അതിൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഭാഗമായി പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ ടെറിട്ടറി കിട്ടാത്ത കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് കണക്ക് പ്രകാരം കടുവ നമ്മുടെ നാട്ടിൽ കുറയുന്നു എന്ന് വനംവകുപ്പ് കള്ളക്കണക്ക് പറയുമ്പോൾ 2006 46 കടുവയുണ്ടായിരുന്ന കേരളത്തിൽ 2018 190 ആണെങ്കിൽ 2022 213 കടുവയാണ്. 213 കടുവയെ താങ്ങാനുള്ള ശേഷി നമ്മുടെ കാടുകൾക്കില്ല. സ്വാഭാവികമായിട്ട് കടുവ ഇങ്ങോട്ടിറങ്ങും, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അത് മാരകമായ പ്രഹരശേഷിയാകുമ്പോഴാണ് ഒരു സർക്കാർ ജാഗ്രത പാലിക്കേണ്ടത്. ഞാനൊരു കണക്ക് പറയാം. 2016 മുതൽ വന്യജീവി ആക്രമണത്തിൽ മാത്രം 1000-ഓളം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. 5000-ഓളം കന്നുകാലികളാണ്, ഒന്നും രണ്ടുമല്ല. മാധു ശ്രദ്ധിക്കേണ്ടത് 5000-ൽ പരം കന്നുകാലികളെയാണ് കടുവയും പുലിയും ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോയതായി വനം വകുപ്പിന് കൊടുത്ത പരാതികളുടെ കണക്ക്. കാർഷിക മേഖലയിലെ വിലയിടിവ്, നാണ്യവിളകളുടെ വിലയിടിവ്, കാലാവസ്ഥ പ്രതികൂലമാകുന്നതിൻ്റെ സാഹചര്യം, വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടൽ, ഈ സാഹചര്യത്തിൽ നിൽക്കുന്നവർക്കിടയിൽ ഈ കാട്ടുമൃഗത്തിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അതിനുവേണ്ടി ഒരു ചെറുവിലനക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. 2016 മുതൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കണക്കെടുത്തത് പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത് മുതലാണ്. 2016 മുതൽ 23 വരെ മാത്രം 69 കോടി രൂപയുടെ കൃഷിനാശം ഈ കേരളത്തിൽ ഈ വന്യജീവികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇനി വന്യജീവി ആക്രമണം തടയാൻ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 2018-19 6.28 കോടി രൂപയും 2021-24 3.8 കോടി രൂപയും ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രം 48.85 കോടി, അഥവാ അതിൻ്റെ 48% വന്യജീവി ആക്രമണത്തിന് വേണ്ടി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണം പോലും ഇതുവരെ ഈ സർക്കാർ, ഈ മന്ത്രി ചെലവഴിച്ചിട്ടില്ല.